അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അപദാനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പൊരുത്തവും സ്നേഹവും നാളവിടത്തോടുള്ള കൂടെയുള്ള സാന്നിധ്യവും അവിടത്തോടു കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അഭിലാഷവും കൊണ്ട് അവിടുത്തെ കുറിച്ച് നാം പഠിക്കുകയാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗനാരികളുടെ ഹൂറികളുടെ എല്ലാം രാജ്ഞിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മുടെ രാജ്ഞിയെക്കുറിച്ച്, നമ്മുടെ സ്വർഗീയ രാജ്ഞിയെക്കുറിച്ച്, അവിടുത്തെ സ്ത്രീകളുടെ നേതാവായ ബീവിയെക്കുറിച്ച് പഠിച്ചിരിക്കലും അറിഞ്ഞിരിക്കലും എന്തുകൊണ്ടും അത്യാപേക്ഷികമാണ്. തീർച്ചയായിട്ടും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ സഹിച്ച ത്യാഗങ്ങളും പരീക്ഷണങ്ങളും ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ജീവിതത്തിൽ ഒരു ഉപ്പാക്ക് ഏൽക്കുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും മകളെന്ന നിലക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ബാധിക്കുമെന്നതിൽ സംശയമില്ല. കാരണം ഏതൊരു ഉപ്പാക്കും വരുന്ന പ്രയാസങ്ങൾ അത് മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അത് സ്വാധീനിക്കാതിരിക്കില്ല. വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ എല്ലാ മേഖലകളിലും, നിഖില മേഖലകളിലും അത് ബാധിക്കും. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ചെറുപ്രായം മുതൽ തന്നെ കണ്ടുവളരുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും. പ്രത്യേകിച്ച് പ്രവാചകത്വം ലഭിച്ചത് മുതൽ ഫാത്തിമ ബീവി 4 വയസ്സ് മുതൽ അത് കാണുകയാണല്ലോ. 5-ാമത്തെ വയസ്സിൽ തീർത്തും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇരട്ടിയായി വർദ്ധിച്ചപ്പോൾ ചെറിയ കുഞ്ഞിളം മനസ്സിൽ 5 വയസ്സ് മാത്രമാണ് ഫാത്തിമ ബീവിക്ക് വയസ്സ്. ആ കാലഘട്ടത്തിൽ തന്നെ ആ ബുദ്ധിമുട്ടുകളും കല്ലേറുകളും കൂക്കുവിളികളും, എന്തിനധികം നാട്ടിൽ നിന്ന് ഭ്രഷ്ട് വരെ ഏർപ്പെടുത്തിയ സംഭവങ്ങൾ, ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു പുന്നാര മകളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്ത വേദനയും പ്രയാസവും ഉണ്ടെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലപ്പോഴും ഫാത്തിമ ബീവിയെ ഉപദേശിക്കും, മോളെ, എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്, നിന്റെ മനസ്സിനെ തളർത്തിക്കളയരുത്. എല്ലാം അള്ളാഹു, നമ്മളെ സൃഷ്ടിച്ച് പോറ്റുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിൻ നന്മ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് അള്ളാഹുവിന് വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നിന്നുള്ള ആ സ്നേഹവും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചു കൊടുക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തിനേറെ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ആ കാലഘട്ടത്തിലാണല്ലോ സുമയ്യ റളിയല്ലാഹു അൻഹ പീഡിപ്പിക്കപ്പെടുന്നത്. സ്ത്രീകൾ അത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ, അമ്മാർ റളിയല്ലാഹു അൻഹ അനുഭവിച്ച തീവ്രമായ വേദനകൾ, ഇതെല്ലാം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറിയാനും മനസ്സിലാക്കാനും ഇടയായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മുത്തുനബി തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂലഹബ് ശ്രമിക്കുന്നത്. പാറക്കല്ല് കൊണ്ട് മുത്തുനബി തങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ തല എടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ്, സ്വർണ്ണ നാണയങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം മകൾ എന്ന നിലക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മക്കയിൽ ഭ്രഷ്ട് ഏർപ്പെടുത്തുകയും ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാത്ത അവസ്ഥ, ഒരു സമയത്തെ ഭക്ഷണമോ വെള്ളമോ ഒന്നും നൽകാൻ പാടില്ല. ഒരാളും ഇസ്ലാം സ്വീകരിച്ച മുഹമ്മദിന്റെ കൂടെ കൂടിയവരുമായി യാതൊരു ബന്ധവും പാടില്ല. അവരുമായി ഉള്ള കുടുംബ ബന്ധമെല്ലാം വിച്ഛേദിക്കണം. ഭക്ഷണ സാധനങ്ങൾ അവർക്ക് നൽകാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല. എന്തിനധികം ജീവിക്കാനുള്ള ഒരു സാധ്യതയും, നിങ്ങളുടെ വീടുകളിൽ ഇസ്ലാം സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇസ്ലാം സ്വീകരിച്ച കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം, ഗോത്രത്തിൽ നിന്ന് പുറത്താക്കണം, വംശത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം. ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഈ പ്രയാസവും ത്യാഗവും അങ്ങേ അറ്റം ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കാണുകയാണ്. അതിൽ അനുഭവിച്ച കൂട്ടത്തിൽ ആ പ്രയാസങ്ങൾ അനുഭവിച്ച ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു പ്രവാചകന്റെ മകളായതിന്റെ പേരിൽ മുഹമ്മദ് നബിയുടെ മകളായതിന്റെ പേരിൽ ത്യാഗങ്ങൾ സഹിച്ച മോളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെയും ഇടയിലും വളരുമ്പോഴാണ് ഹബശയിലേക്ക് ആളുകൾ പലായനം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? മക്കയിൽ ജീവിക്കാനുള്ള പ്രയാസവും പീഡനങ്ങളും അക്രമങ്ങളും തുരുതുരാ വന്നു ഭവിച്ചപ്പോൾ, പേമാരി പെയ്തിറങ്ങിയതുപോലെയുള്ള അക്രമങ്ങളും കൊടിയ മർദ്ദനങ്ങളും വന്നപ്പോൾ ഹബശയിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്നാണ് പ്രയാസമായത്? അത് നുബുവത്തിന്റെ 4-ാം വർഷമാകുമ്പോഴേക്കുമാണ് മക്ക വാസം, മക്കയിലെ ജീവിതം മുസ്ലിമീങ്ങൾക്ക് വളരെ ക്ലേശകരമായി മാറിയത്. ഈ അവസ്ഥയിൽ ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ചിന്ത വന്നതിനെ തുടർന്നാണ് പല മുസ്ലിമീങ്ങളും ഹബശയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ നുബുവത്തിന്റെ 5-ാം വർഷം ആദ്യമായി ഹബശയിലേക്ക് മുസ്ലിമീങ്ങൾ പലായനം ചെയ്യുകയാണ്. നുബുവത്തിന്റെ 5-ാം വർഷത്തിലാണ് ആദ്യമായി ഹബശയിലേക്കുള്ള പലായനം നടക്കുന്നത്. 12 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം. ആ സംഘത്തിൽ നേതൃത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഭാര്യ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മകളാണ്. ഫാത്തിമ ബീവിയുടെ ഇത്താത്തയാണ്. ഏതാണ് ഫാത്തിമ ബീവിയുടെ ഇത്താത്ത? സൈനബ് എന്നുള്ള ഇത്താത്ത അല്ല, മറ്റൊരു ഇത്താത്ത റുഖിയ്യ, ഉമ്മു കുൽസൂം അല്ല, റുഖിയ്യ എന്ന ഇത്താത്ത. ഈ റുഖിയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണല്ലോ മുത്തുനബി തങ്ങളുടെ മകൾ. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഒരു മരുമകനാണ്. ഫാത്തിമ ബീവിയുടെ അലി റളിയല്ലാഹു അൻഹു ഒരു മകനാണ്. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ മുത്തുനബിയുടെ മകൾ റുഖയ്യ ബീവിയും പോകുന്നുണ്ട് അഭിഷയിലേക്ക്. സഹോദരി പോകുന്നതിന്റെ സങ്കടവും പ്രയാസവും ഫാത്തിമ ബീവിക്ക് നന്നായി ഉണ്ട്. തന്നെ ലാളിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ഇത്താത്തയാണല്ലോ, വീട്ടിലുണ്ടായിരുന്ന ഇത്താത്തയാണ്, ഇടയ്ക്കിടെ വന്ന് പരിചരിക്കുന്ന ഇത്താത്തയാണ്. അവര് വീട്ടിൽ നിന്ന് അഭിഷയിലേക്ക് യാത്ര പോവുകയാണ്. ഇങ്ങനെ ആദ്യത്തെ സംഘം പോകുന്നത് ഫാത്തിമ ബീവി അടക്കമുള്ള ചെറിയ കുട്ടികളും എല്ലാവരും നോക്കി നിൽക്കുകയാണ് കണ്ണീരോടുകൂടി. ആ മാറി നിൽക്കൽ, വിരഹത്തിന്റെ വേദനയുണ്ട്, എന്നാണ് തിരിച്ചു വരവ് എന്നൊന്നും അറിയില്ല. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പലായനത്തിന്, അതായത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ള വളരെയധികം കല്ലും മുള്ളും നിറഞ്ഞ ഊടുപാതകൾ, അതാണല്ലോ ഇസ്ലാമിനന്ന് ഉണ്ടായിരുന്നത്. മുള്ള് വിതറിയ, കല്ല് വിതറിയ ഊടുപാതകൾ. അവിടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ് അവതരിക്കുന്നത് ആ സമയത്താണ്. അതിലൊരുപാട് പരീക്ഷണങ്ങളുടെ കഥകളാണുള്ളത്. അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം, ദുൽഖർനി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഖിളർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹഫ്. പരീക്ഷണങ്ങളിലുള്ള വിജയവും പരീക്ഷണങ്ങളിൽ പ്രയാസഘട്ടത്തിൽ രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുമ്പോൾ ഉള്ള മഹത്തായ പ്രതിഫലം. അപ്പോൾ ക്ഷമയുടെ പ്രതിഫലം വ്യക്തമായി പറയുന്ന ഒരു സൂറത്ത് കൂടിയാണല്ലോ സൂറത്ത് അൽ കഹഫ് എന്ന് പറയുന്നത്. മാത്രമല്ല, അന്ന് ഹബശയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഹിജ്റയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്താണ് സൂറത്തു സുമർ. സൂറത്തു സുമറിലെ ഒരു ആയത്ത് അത് ഹിജ്റയെ, പലായനം ചെയ്യുന്നതിനെ വ്യക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആയത്ത് ഉണ്ട് സൂറത്തു സുമറിൽ. ഏതായാലും അവര് പോകുന്നത് വളരെ സങ്കടത്തോടെ പ്രയാസത്തോടെയാണ് മുസ്ലിമീങ്ങൾ നോക്കി നിൽക്കുന്നത്. തന്റെ സഹോദരി റുഖയ്യ പോകുന്നത് ഹൃദയത്തിൽ നിന്ന് വളരെ സങ്കടത്തോടെയാണ്, ഹൃദയം വിമ്പിക്കൊണ്ടാണ് ഫാത്തിമ ബീവി അലൈഹിസ്സലാം നോക്കിക്കണ്ടത്. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിനാൽ മുത്തുനബി തങ്ങൾ വീട്ടിൽ നിന്നും മറ്റും ഖുർആൻ ഇങ്ങനെ ഓതുന്നത് ബീവി ഫാത്തിമ റളിയല്ലാഹു കേൾക്കും. അത് മനസ്സിന് എന്തെന്നില്ലാത്ത സുഖമാണ്. ഖുർആനിനോട് ഫാത്തിമ ബീവിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടവും, ഉപ്പാന്റെ ഓത്ത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ ഫാത്തിമ ബീവി അതിങ്ങനെ കേൾക്കുന്ന
സന്തോഷത്തോടെ ഒന്നും കൂടി ഉപ്പ ഓതൂ എന്ന് പറയും. എന്നിട്ട് അത് കേൾക്കും. മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ഉൾക്കൊള്ളും. മാത്രമല്ല ഈ പ്രയാസവും സങ്കടവും ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ ആ ചെറിയ 6 വയസ്സുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കുളിരായിരുന്നു മനസ്സിന്. ഖുർആനിന്റെ അവതരണവും ഖുർആനിലെ ആയത്തുകളുടെ ഇറങ്ങലും മുത്തുനബി തങ്ങളുടെ ഓത്ത് ആ പാരായണവുമെല്ലാം മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഫാത്തിമ ബീവിക്ക് നൽകിയത്. റുഖിയ ബീവി പോകുന്നത് നോക്കി നോക്കി നിന്നുകൊണ്ട് ഫാത്തിമ ബീവി കരഞ്ഞപ്പോൾ തന്റെ മറ്റൊരു ഇത്താത്ത ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചു. മോളെ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഇത്താത്ത അവിടുന്ന് ആശ്വസിപ്പിച്ചു. എന്തിനാണ് ഫാത്തിമ നമ്മൾ വിഷമിക്കണം? കാരണം റബ്ബ് മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തതാണ്. ഹിജ്റ പോകുന്നവരുടെ കാര്യങ്ങളൊക്കെ റബ്ബ് രക്ഷപ്പെടുത്തും. ഖുറൈശികൾ ഇവിടെയുള്ള ശത്രുക്കളെല്ലാം നമ്മളെ പീഡിപ്പിക്കുന്ന, ആക്രമിക്കുന്ന ആളുകളൊക്കെ മോളെ ഒരു ദിവസം പരാജയപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾക്ക് അല്ലാഹു തആല പരീക്ഷണമാണ്. ഇതിൽ വിജയിച്ചാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഉമ്മയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയുടെ ചേർത്തിരുത്ത് പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ. ഉമ്മ ചേർത്തിരുത്തിക്കൊണ്ട് മോളോട് പറയും, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണ്. നിനക്കറിയാമല്ലോ, ഒരു ദിവസം ഉപ്പ പനിച്ചു വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് പുതപ്പിട്ട് മൂടൂ എന്ന് ഉമ്മയോട് പറഞ്ഞത് മോൾ അറിഞ്ഞിട്ടില്ലേ? മോൾക്കറിയാമല്ലോ. മോളൊന്ന് ചെറിയ കുട്ടിയായെന്ന് കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ട ഉപ്പ വന്നപ്പോൾ ഞാൻ പുതപ്പിട്ട് മൂടിക്കൊടുത്തത് കണ്ടില്ലേ? അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ, അള്ളാഹുവിന്റെ മലക്ക്, ആ മലക്ക് വന്നത് കൊണ്ടാണ്. അന്ന് മോളത് കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഉപ്പ ഒരു പ്രവാചകനാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബാണ് മോളെ, മോളെ പൊന്നുപ്പ. ഇത് വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണെന്നറിയോ? അങ്ങനെയാണല്ലോ, ഉപ്പാനെ ചിലപ്പോൾ മക്കൾ കണ്ടിട്ടുണ്ടാകില്ല. ഉപ്പ വിദേശത്തായിരിക്കും. അപ്പൊ ഉപ്പാനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഉമ്മമാരായിരിക്കും. മക്കളെ, മോളെ അല്ലെങ്കിൽ മോനെ, നിനക്ക് കഷ്ടപ്പെടാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ് ഉപ്പ വിദേശത്ത് പോയത്. അവർ പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നത്. ഉപ്പാന്റെ നിലയും വിലയും മനസ്സിലാക്കി കൊടുക്കുന്നത് ഉമ്മയാണ്. അപ്പൊ ഏതൊരു ഉപ്പായെയും ആദരിക്കാൻ പഠിപ്പിക്കുന്നത് അത് ഉമ്മയായിരിക്കണം. ഉമ്മാന്റെ മഹത്വവും ഉമ്മാന്റെ വിലയും പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉപ്പയുമായിരിക്കണം മക്കൾക്ക്. ഉമ്മമാരെ, നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. മക്കളുടെ മുമ്പിൽ വെച്ച് തർക്കിക്കാൻ പാടില്ല. മക്കളുടെ മുമ്പിൽ വെച്ച് കുടുംബകലഹങ്ങൾ പാടില്ല. പരസ്പര അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് മക്കളുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കും. മക്കളുടെ ജീവിതം വഷളാക്കും. ഭാവി വളരെയധികം സങ്കടത്തിലാവും. അവരുടെ പഠനത്തെ ബാധിക്കും. മദ്രസ പഠനം, സ്കൂൾ പഠനം എല്ലാത്തിലും മക്കൾ പിന്നോട്ടാകും. വീട്ടിൽ കലഹവും പ്രശ്നങ്ങളും സൗന്ദര്യപ്പണക്കങ്ങൾ പലപ്പോഴും മക്കളുടെ മുമ്പിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരസ്യമാക്കാൻ പാടില്ല. സൗന്ദര്യപ്പിണക്കങ്ങളാകാം, പക്ഷേ അതെല്ലാം മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി പ്രകടിപ്പിക്കുകയോ പരസ്പരം അടിക്കുകയോ തെറി വിളിക്കുകയോ ശോഭിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ കുഞ്ഞിളം മനസ്സുകളിൽ വലിയ വിപത്തിന്റെ വിത്തുകൾ അത് വിതക്കുകയും അവരുടെ ഭാവിയെ ക്ലേശകരമാക്കി തീർക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം ഉമ്മമാരെ. മറിച്ച് ഉപ്പാനെ തെറി വിളിക്കുകയും ഉപ്പാനെ പറ്റി ചീത്തത് കുട്ടിയുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്നതിനേക്കാൾ ഒരു ഉമ്മാന്റെ ധർമ്മം, നല്ല ഉമ്മ, സ്വാലിഹത്തായ ഒരു ഭാര്യ, നല്ല മനസ്സുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പെണ്ണാണെങ്കിൽ അവരുടെ അടയാളം ഈ കുട്ടികൾക്ക് ഉപ്പാന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവളായിരിക്കും. ഉപ്പ സഹിക്കുന്ന ത്യാഗങ്ങളും ഉപ്പ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ജോലിയുടെ പ്രാരാബ്ധവും അവരെന്തിനാണ് അധ്വാനിക്കുന്നതെന്നും ഉപ്പാന്റെ മഹത്വങ്ങളും ഉപ്പാനെ ആദരിക്കേണ്ടതിനെ പറ്റിയും ബഹുമാനിക്കേണ്ടതിനെ പറ്റിയും ഉപ്പാനോട് പെരുമാറുന്നതിനെ പറ്റിയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഉമ്മയാണ്, ഭാര്യയാണ്. ഉമ്മമാരും സഹോദരിമാരുമാണല്ലോ ഇത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഭാര്യനെ പറ്റി, ഉമ്മാനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉപ്പയും ശ്രദ്ധിക്കണം. അത് മറ്റൊരു ഭാഗം. ഏതായാലും ഫാത്തിമ ബീവിക്ക് ഉപ്പാന്റെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ പഠിപ്പിച്ച് ഉപ്പാന്റെ വില കാണിച്ചു കൊടുക്കുന്ന ഉമ്മയാണ് പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.
മോളോട് പറഞ്ഞു, മോളെ ത്യാഗങ്ങളേറെ നമ്മൾ സഹിച്ചല്ലോ, എന്നാൽ മോളെ വിജയം അടുക്കാറായിട്ടുണ്ട്. ഏതൊരു ബുദ്ധിമുട്ടിന്റെ അപ്പുറത്തും പ്രയാസത്തിന്റെ അപ്പുറത്തും വിജയമുണ്ട്, എളുപ്പമുണ്ട്. മോളെ വളരെയധികം സന്തോഷമുള്ള ഘട്ടങ്ങൾ ഉണ്ടാകും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും ഒരു സന്തോഷം ഉണ്ടാവുമെന്നാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ആ ഇടക്കാണ് ഇസ്ലാമിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരും പേടിച്ചു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് മുത്തുനബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ വളരെയധികം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ഇസ്ലാമിൽ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരകേസരികൾ കടന്നു വന്നപ്പോൾ ഇസ്ലാം ശക്തമായി, സുശക്തമായി. ഹംസ റളിയല്ലാഹു അൻഹു വീരപുലിയാണ്, പുലി ഹംസ. ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനാണ്, പിതൃവ്യനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചപ്പോൾ മുസ്ലിം ചേരിയിൽ സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ കൊയ്തു വീണു, സന്തോഷത്തിന്റെ ബാങ്കുലികൾ ഉയർന്നു. അതുകൊണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം മുസ്ലിമീങ്ങൾ ഇത്തരത്തിലുള്ള ധീരന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിനെ തുടർന്ന്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹു അന്ന് 11 വയസ്സാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് 11 വയസ്സുള്ള മോള് പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടു. ഒരു ഭാഗത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇപ്പുറത്ത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന പല ആളുകളുടെയും ഇസ്ലാമിക ആശ്ലേഷം അവർക്ക് വലിയ സന്തോഷമായി. മാത്രമല്ല, ഈ പ്രയാസഘട്ടത്തിൽ ഇസ്ലാമിനെ ശത്രുക്കൾ ഒറ്റപ്പെടുത്തിയ ഘട്ടത്തിൽ ഫാത്തിമ ബീവി അടക്കമുള്ള കുടുംബക്കാരൊക്കെ താമസിച്ചിരുന്നത് ശുഅബ് അബൂ ത്വാലിബിലാണ്. 3 വർഷത്തോളം അവിടെ. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഭ്രഷ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഭ്രഷ്ട് അവർ പ്രഖ്യാപിച്ചതിനാൽ ഭക്ഷണമില്ല, ശരിക്കും ഉടുക്കാൻ പോലും ശരിയാവണ്ണം വസ്ത്രമില്ല, ഒരു മുറുക്ക് വെള്ളം പോലും ശരിക്കും ലഭിക്കുന്നില്ല. കാരണം ആരും സഹകരിക്കുന്നില്ല, മക്കയിലെ മറ്റുള്ള ആളുകളൊന്നും. അതുകൊണ്ട് തന്നെ ശുഐബ് അബൂ ത്വാലിബിലായിരുന്നു മുസ്ലിമീങ്ങൾ കഴിഞ്ഞിരുന്നത് വളരെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിശപ്പിന്റെയും ദാഹത്തിന്റെയും ദിനരാത്രികൾ. രഹസ്യമായി എന്തെങ്കിലും ഭക്ഷണം എത്തിക്കിട്ടിയാൽ, ഏതുപോലെ ഇപ്പോ യുദ്ധങ്ങൾ നടക്കുന്ന രാഷ്ട്രങ്ങളിൽ, വിശിഷ്യ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം ടെന്റ് കെട്ടി കുടില് കെട്ടി താമസിക്കുമ്പോൾ അവിടേക്ക് വരുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ, ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ വരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് സുഭിക്ഷമായി ഉണ്ടാകുമോ? ഇല്ലല്ലോ. അത് ധാരാളമായി വിതരണം ചെയ്യപ്പെടുമോ? അതുമില്ലല്ലോ. കുറഞ്ഞത് കിട്ടിയാൽ കിട്ടി. ഈ ഒരു അവസ്ഥയായിരുന്നു മുസ്ലിമീങ്ങൾക്ക് ആ 3 ദിവസങ്ങളും. വളരെയധികം കുട്ടികളും സ്ത്രീകളും എല്ലാം നിലവിളിക്കാൻ തുടങ്ങി, വിശന്ന് കരയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും തായ്വര എന്നായിരുന്നു ശുഐബ് അബൂ ത്വാലിബിനെ പരിചയപ്പെടുത്തിയത്. കാരണം അവിടെ സ്ത്രീകളും കുട്ടികളുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും തായ്വര എന്ന് ശുഐബ് അബൂ ത്വാലിബിനെ പറ്റി പറയാറുണ്ടായിരുന്നു. അപ്പൊ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച ആ കാലഘട്ടത്തിൽ 12ാമത്തെ വയസ്സിലേക്ക് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു ചെന്നപ്പോഴും ഈ ബുദ്ധിമുട്ടിനും പ്രയാസങ്ങൾക്കൊന്നും അറുതി വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾക്കറിയുമോ? ഏറ്റവും പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഫാത്തിമ ബീവിക്ക് അത്. കാരണം ഉമ്മ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ, ജീവിതത്തിൽ താങ്ങും തണലുമായ ഖദീജ ബീവി. മഹദിയെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത അധ്യായത്തിൽ നമുക്ക് വിശദമായി ഫാത്തിമ ബീവിയെ പറ്റി പറയാൻ, ബീവി ഖദീജയെ കുറിച്ച്, ഉമ്മയായ ഫാത്തിമ ബീവിന്റെ പൊന്നുമ്മയായ മുത്തുനബി തങ്ങളുടെ ആദ്യ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാനുണ്ട്. ഏതായാലും ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഈ 12ാമത്തെ വയസ്സെടുക്കുന്ന സമയത്ത് തന്റെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്നു. അതാ ഖദീജ ബീവി കരയുന്നത് കണ്ടുകൊണ്ടാണ് മക്കൾ ഉമ്മു കുൽസൂമും ഫാത്തിമ ബീവിയും അടുത്തേക്ക് പോകുന്നത്. എന്തിനാണ് ഉമ്മ ഇങ്ങനെ കടന്നു കരയുന്നത്? ഉമ്മ കുറച്ചു ദിവസമായി നല്ല പനിയും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ട്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. പക്ഷെ ഉമ്മ എന്തിനാ കരയുന്നത്? പ്രിയപ്പെട്ട ഇത്താത്ത റുഖിയ്യ പോയിട്ടാണോ? ഹബിഷയിലേക്ക് പലായനം ചെയ്തതിന്റെ പേരിലാണോ ഉമ്മ കരയുന്നത്?
അപ്പോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോളെ, വർഷങ്ങൾ ഒരുപാട് കൊഴിഞ്ഞു പോയില്ലേ, ജീവിതം എല്ലാ കാലത്തും ശാശ്വതമല്ലല്ലോ, ദുനിയാവിലെ ജീവിതം ശാശ്വതമല്ലല്ലോ, ഏതൊരു ജീവിതത്തിനും ഒരു ഒടുക്കമുണ്ടല്ലോ, ഒരു എൻഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എപ്പോഴോ അവസാനിക്കാൻ പോകുന്നു, എന്റെ ജീവിതം അന്ത്യം കുറിക്കാൻ ഏകദേശം അടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മോളെ. ഉമ്മാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇതിനെന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്? ഒരു വിഷമവുമില്ല. കാരണം അല്ലാഹി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഖുറൈശികളിൽ എനിക്ക് ലഭിച്ചതുപോലെ ഒരു ശ്രേഷ്ഠതയും ഒരു പെണ്ണിനും ലഭിച്ചിട്ടില്ല. ലോകത്തൊരു പെണ്ണിനും ഒരു വനിതക്കും ഒരു സ്ത്രീക്കും ലഭിക്കാത്ത ഭാഗ്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. എന്റെ സ്ഥാനവും മാനവും ഒന്ന് നോക്കുക. എല്ലാറ്റിനുമുപരി ദുനിയാവിൽ എന്നെ വിവാഹം കഴിച്ചത് മുത്ത് റസൂലുള്ളാഹി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളുടെ ഭാര്യ ആയ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഒരു പെണ്ണാണ് ഞാൻ എന്നതിൽ ഇന്നും ഞാൻ അഭിമാനിക്കുന്നു. മാത്രമല്ല, ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്ന സ്ത്രീ എന്ന ആ പദവി അലങ്കരിക്കാനും അൽഹംദുലില്ലാഹ് അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകി. അതൊക്കെ എനിക്ക് മരിച്ചതിന് ശേഷമുള്ള പ്രതീക്ഷകളാണ്, നാളേക്കുള്ള എന്റെ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് കാർമേഘങ്ങളൊക്കെ എപ്പോഴോ മാഞ്ഞുപോയി മക്കളെ. സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ചക്രവാളങ്ങൾ എന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് മക്കളെ. മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പെൺകുട്ടികളൊക്കെ മുൻനിർത്തി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ, ഖദീജ ബീവിക്ക് അസുഖം വരുമ്പോ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കാറില്ല, അടുക്കളയെ വീട്ടിൽ വന്നു വരും. ഖദീജ ബീവിന്റെ അടുത്ത് വന്ന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോവുക. അത്രക്ക് സ്നേഹമായിരുന്നു ഖദീജയോട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അധ്യായത്തിൽ നമുക്കത് വിശദമായി പറയാനുണ്ട്. ഏതായാലും ഖദീജ ബീവിയുടെ മരണത്തിലേക്ക് നയിച്ചത് തന്നെ ഈ പറഞ്ഞ ഷുഐബ് അബൂ ത്വാലിബ് അവിടെയുള്ള ജീവിതമായിരുന്നു എന്ന് പറയും. കാരണം അവിടെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയിരുന്നല്ലോ. അതുകൊണ്ട് അവിടെയുള്ള ആ തായ്വരയിലായിരുന്ന ജീവിതം വളരെ വിശന്നും ദാഹിച്ചും ഉള്ളതായി തന്നെയായിരുന്നു. ഫാത്തിമ ബീവി തന്നെ, കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ബീവി തന്നെ ഈ ദിവസങ്ങളുടെ ജീവിതം കൊണ്ട് വളരെയധികം മെലിഞ്ഞൊട്ടിപ്പോയിട്ടുണ്ട്. മുഖമൊക്കെ വിളറിയിട്ടുണ്ട്, മുഖം ഒട്ടിപ്പോയിട്ടുണ്ട്. ഇത്രക്ക് പ്രയാസങ്ങളാണല്ലോ സഹിച്ചത്. ഉമ്മമാരെ, നമ്മളൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഉമ്മമാര് സഹിച്ച, നമ്മുടെ ഉമ്മമാര് ഫാത്തിമ ബീവിയും ഖദീജ ബീവിയും ഒക്കെ സഹിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സങ്കടവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവി മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. അബൂ ത്വാലിബ് മുത്തുനബി തങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നാണല്ലോ അബൂ ത്വാലിബ്. എന്ത് പ്രയാസമുണ്ടെങ്കിൽ അബൂ ത്വാലിബ് മുത്തുനബിയോട് പറഞ്ഞു, മോനെ ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ആരും നിന്നെ ഒന്നും പറയില്ല, എന്തുണ്ടെങ്കിലും എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾക്ക് ആശ്വാസമേകി അബൂ ത്വാലിബ്. ഖദീജ ബീവിയുടെ മരണത്തിൽ നിന്ന് കരകയറുന്ന, മരണത്തിന്റെ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് അബൂ ത്വാലിബ് ഇത്രക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു, പിതൃവ്യനായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് താങ്ങും തണലുമായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് കൂടി രോഗത്തിന്റെ പിടിയിൽ അമർന്നോടെ വളരെ സങ്കടത്തിലായി പോയി. ഫാത്തിമ ബീവിയും പ്രയാസത്തിലായി പോയി. ഫാത്തിമ ബീവി ചോദിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബിനോട്. എന്താ ചോദിച്ചത്? ഓ പ്രിയപ്പെട്ട എളാപ്പ, പിതൃവ്യനോട് ചോദിക്കാണ്, മുത്തുനബീന്റെ ഉപ്പാക്ക് ഇത്രക്ക് സഹായം ചെയ്ത താങ്കൾ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, കൽബ് കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു, പക്ഷെ നാവ് കൊണ്ട് എന്താണ് നിങ്ങൾ തൗഹീദിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയാത്തത് എന്ന് ആ പ്രിയപ്പെട്ട മോള്, 12 വയസ്സുള്ള മോൾ ഒരിക്കൽ ബീവിയോ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിനോട് ചോദിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം. ആ ഒരൊറ്റ വർഷം തന്നെയാണ് അബൂ ത്വാലിബും
മരണപ്പെട്ടത്, ഖദീജ ബീവിയും മരണപ്പെട്ടത്, എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ട ആ വർഷം. അതുകൊണ്ട് ആ വർഷത്തെപ്പറ്റി ആമുൽ ഹുസ്ൻ എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ ഇന്നും ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്നാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ, പ്രിയപ്പെട്ട ഖദീജ വഫാത്തായ വർഷത്തെപ്പറ്റി പറയാറുള്ളത്. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ഖദീജ ബീവി വഫാത്താവുമ്പോൾ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിരുന്നു ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി. ആദ്യമായി ഇത്ര ആളുകൾ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ് മകളാകുന്ന ഫാത്തിമ ബീവി കാണുന്നത്. അക്കാലത്ത് മയ്യത്ത് നിസ്കാരം ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഖബറിലേക്ക് ഖദീജ ബീവി ഇറക്കി വെച്ചത്. ഒരു ഭാര്യ മരണപ്പെടുമ്പോൾ ഭർത്താവ് ഖബറിലേക്ക് ഏറ്റവും എടുത്തു വെക്കൽ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ മക്കൾ എടുത്തു വെക്കൽ സുന്നത്തുള്ള കാര്യമാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. പല മയ്യത്തും എടുത്തു വെക്കുമ്പോ ഉമ്മാന്റെ മയ്യത്ത് ആരോ ഖബറിലേക്ക് വെക്കും. ഭാര്യയുടെ മയ്യത്താണെങ്കിൽ ആരോ ഖബറിലേക്ക് വെക്കും. ഈ ഒരു അവസ്ഥക്ക് പകരം സ്വന്തം ഉമ്മാന്റെ മക്കളും മക്കള് തന്നെ ഖബറിലേക്ക് വെക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ഉത്തമം. സ്വന്തം ഭാര്യയുടെ മയ്യത്താണെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്, ആരോഗ്യ ദൃഢഗാത്രനുമാണ്, ആരോഗ്യമുണ്ട്. എന്നാൽ അതാണ് ഏറ്റവും നല്ലത്, അഫ്ളൽ. മയ്യത്ത് കുളിപ്പിക്കലും അങ്ങനെ തന്നെ. ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിന് കുളിപ്പിക്കാം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞു. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി അവരും കരഞ്ഞു. ആദ്യം ആരാണ് മരിക്കുന്നത്? നീയാണെങ്കിൽ നീ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. തിരിച്ച് ഭാര്യ സിദ്ദീഖ് തങ്ങളോടും പറഞ്ഞു, ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. അങ്ങനെ മഹദി ആദ്യം മരണപ്പെട്ടു, മയ്യത്ത് കുളിപ്പിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കുളിപ്പിക്കും. അതുപോലെ കർമ്മങ്ങൾ, ഇപ്പോ നമ്മൾ പറഞ്ഞ മയ്യത്തിനെ എടുത്തു വെക്കൽ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാമെന്നല്ലാതെ പൊതു ഖബർസ്ഥാനിലേക്ക് ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന അവിടെ പോയി വീഡിയോ എടുക്കുക, ഖബറിന്റെ അടുത്ത് പോയി ശ്മശാനം, ഖബർസ്ഥാൻ വീഡിയോ എടുക്കുക, ഇതിന്റെ ഉപ്പാന്റെ ഖബറാണെന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, ഇതിന്റെ ഉമ്മാന്റെ ഖബറാണെന്ന് ഖബറിന്റെ ഫോട്ടോ, അതൊക്കെ ശുദ്ധ തമ്മാടിത്തരമാണ്, കുറ്റകരവുമാണ്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ചെയ്യൽ ഹറാമാണ്. പ്രത്യേകിച്ച് കാലത്ത് ഹറാമാണ്. ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല. ഉമ്മാന്റെ മയ്യത്ത് ഖബറാവട്ടെ, ഉപ്പാന്റെ ഖബറാവട്ടെ, സിയാറത്ത് ചെയ്യാൻ പാടില്ല. അവർക്ക് സിയാറത്ത് ചെയ്യാൻ പാടുള്ളത് അമ്പിയാക്കൾ, മഹത്തുക്കളായ ഔലിയാക്കൾ, അവരുടെ ഖബറുകൾ സിയാറത്തിൽ സുന്നത്തുണ്ട്. അത് തന്നെ പൂർണ്ണമായ അദബുകൾ, ചിട്ട പാലിച്ചുകൊണ്ട് ആ നിബന്ധനകൾ ഒക്കുമ്പോൾ മാത്രമേ ആ സിയാറത്ത് തന്നെ അനുവദിക്കപ്പെടുന്നുള്ളൂ. അല്ലാതെ പൊതു ഖബർസ്ഥാനുകൾ സിയാറത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടന്ന് രാത്രി ഉറങ്ങാൻ തന്നെ സാധിച്ചിട്ടില്ല. മാതാവിന് മുത്തുനബി നൽകിയ സ്ഥാനങ്ങളൊക്കെ കേട്ട് അത് അറിഞ്ഞ് മനസ്സിലാക്കി അതിൽ സന്തോഷമുണ്ടെങ്കിലും ഉമ്മാന്റെ മരണം വല്ലാത്ത വേർപാട് തന്നെയാണ്. സഹോദരിമാർക്കൊപ്പം വീടിന്റെ ഉള്ളിൽ സങ്കടങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ട് ഇത്രക്ക് പ്രയാസഘട്ടത്തിൽ താങ്ങും തണലുമായി കുടുംബത്തിനെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട ഉമ്മാന്റെ വേർപാട് വളരെയധികം ദുഃഖഭാരം കൊണ്ട് ഫാത്തിമ ബീവിയുടെ ഉള്ളൊന്ന് വിറച്ചുപോയി, കിടുങ്ങിപ്പോയി, വളരെ പ്രയാസത്തിലായി പോയി. എന്തൊരു ബുദ്ധിമുട്ടാലേ. ഈ പ്രയാസങ്ങളൊക്കെ ഫാത്തിമ ബീവി സഹിക്കുന്ന കാലഘട്ടമാണ് ആ 12 വയസ്സിൽ. ചിന്തിക്കണം. പിന്നീട് ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലേക്ക് പുതിയ ഉമ്മമാർ, അതായത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ വിവാഹങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സൗദ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി വഫാത്തായതിനു ശേഷം ആദ്യമായിക്കൊണ്ട് മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യ, ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം, ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ആദ്യമായി കടന്നു വരുന്ന ഭാര്യ അത് ബീവി സൗദ റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി ഫാത്തിമ ബീവി ആനന്ദിച്ചു. ഉപ്പാക്ക് സാന്ത്വനമേകാൻ, ആശ്രയമേകാൻ ഒരു ഉമ്മ വീട്ടിലേക്ക്, കുടുംബത്തിൽ കടന്നു വരുന്നതിൽ വളരെയധികം സന്തോഷിച്ചു ഫാത്തിമ ബീവി. ഉമ്മാന്റെ വേർപാടും ഉമ്മാന്റെ മരണവും ഒക്കെ വളരെ പ്രയാസത്തിലായിത്തീട്ടുണ്ടെങ്കിലും
പിന്നീട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. ഫാത്തിമ ബീവിക്ക് വളരെയധികം സന്തോഷം, അതോടൊപ്പം ഒരു കൂട്ടുകാരിയെ പോലെയായിരുന്നു. കാരണം ഫാത്തിമ ബീവിക്കും വല്ലാതെ പ്രായമില്ല, ആയിഷ ബീവിക്കും വയസ്സില്ല. അപ്പൊ സ്വന്തം ഉമ്മയെ പോലെയാണ്, ഉമ്മയാണ്, ഉമ്മ എന്നാ വിളിക്കലും. ആയിഷ ബീവിയെ ഏകദേശം ഒരേ വയസ്സുമാണ് ഫാത്തിമ ബീവിക്കും ആയിഷ ബീവിക്കും. അപ്പൊ ഉമ്മയുടെ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നതോടൊപ്പം ഒരു സൗഹൃദമായിരുന്നു ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും തമ്മിൽ. ഹദീസ് ചരിത്രങ്ങളിലൊക്കെ കാണാം. ഫാത്തിമ ബീവിനെ പറ്റി, അവിടുത്തെ സൗന്ദര്യവും ഒക്കെ പറയുന്നത് ആരാ? ആയിഷ ബീവിയാണ്. മുത്തനബി തങ്ങൾക്ക് ഫാത്തിമ ബീവിയോടുള്ള സ്നേഹം, ബഹുമാനവും ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? ആയിഷ ബീവിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പെണ്ണാരാണ്? ആയിഷ ബീവിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ച പെണ്ണ് അത് ആയിഷ ബീവിയാണ്. ലോകത്തിന് നിസ്തുല്യമായ മാതൃകകൾ കാണിച്ച ഒരു സ്ത്രീ രത്നം കൂടിയാണ് ബിബി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട മുത്തുനബിയുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ കൂടിയാണല്ലോ. അപ്പം ആയിഷ ബീവിയെ ഒരു സൗഹൃദം, ഒരു കൂട്ടുകാരിയായിക്കൊണ്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷവതിയായിരുന്നു ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഉമ്മാന്റെ മരണം അറിയാതെ അഭിഷയിലേക്ക് പോയ റുഖിയ റളിയല്ലാഹു അൻഹ സഹോദരി, തന്റെ ഇത്താത്ത തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ സങ്കടം തലക്കെട്ടി നിന്നു. സങ്കടം അകത്തളത്തിൽ കെട്ടിനിന്നു പോയി. കാരണം എന്തുകൊണ്ടാണ്? ഉമ്മയില്ലാത്ത വീട്ടിലേക്കാണ് ഇത്താത്ത വരുന്നത്. ഇത്താത്ത ചോദിച്ചു, റുഖയ്യ ബീവി ചോദിച്ചു, ഉമ്മ എവിടെ? ആ ഉമ്മാന്റെ വിരഹം, മക്കളിൽ തീർത്ത ദുഃഖം വലിയതായിരുന്നു. മറുപടി പറയാൻ ഫാത്തിമ ബീവിക്കും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുക്കും സാധിച്ചില്ല. എവിടെ നമ്മുടെ ഉമ്മ എന്ന് ചോദിച്ചു. ബാപ്പാക്ക് സുഖമാണ്, ഉമ്മ ഈ ലോകത്ത് നിന്ന് നമ്മെ പിരിഞ്ഞു പോയിരിക്കുന്നു. ഫാത്തിമ ബീവിയുടെ അധരങ്ങൾ ഇത് പറയുമ്പോൾ വിറച്ചുപോയി. ഉമ്മു കൽസൂം റളിയല്ലാഹു അൻഹ വിതുമ്പിക്കരഞ്ഞു. ഇമകൾ അടഞ്ഞുപോയി. വിരഹം അവിടെ തളക്കെട്ടി നിന്നു. ഈ സമയത്ത് റുഖയ്യ ബീവിക്ക് ഉമ്മാന്റെ വേർപാട് ഉൾക്കൊള്ളാനായില്ല. അധികമൊന്നും ചോദിച്ചില്ല, അധികമൊന്നും ചിന്തിച്ചില്ല. അതാണല്ലോ ഏതൊരു മകളെ സംബന്ധിച്ചിടത്തോളവും ഉമ്മാന്റെ മരണം അത് നടുവൊടിച്ചു കളയും. ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ശൂന്യതയും ഇരുട്ടും വരുത്തി തീർക്കും. ഒരു മോളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് ഉമ്മാന്റെ തണല്, ഉമ്മാന്റെ താങ്ങ് അത് ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കും. അത് നീങ്ങിപ്പോകുമ്പോൾ പ്രയാസവും ഈ ലോകത്ത് എന്തെന്നില്ലാത്ത ഏകാന്തതയും അനുഭവപ്പെടും. അള്ളാഹു മരണപ്പെട്ട ഉമ്മമാരുടെ ഖബർ ജീവിതമെല്ലാം ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. റുഖബിയ്യ ബീവി സങ്കടം കൊണ്ട് കട്ടിലേക്ക് ചെരിഞ്ഞുപോയി. പൂർണ്ണമായ നിശബ്ദത. അപ്പോഴാണ് പ്രിയപ്പെട്ട ഉപ്പ എനിക്കാകെ ഇനി കേദാരമായ അവലംബമായ മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ബീവി ബീവി റുഖയ്യ ബീവി പിതാവിന്റെ വിരിമാറിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് ആശ്വാസം കണ്ടെത്തി. വിതുമ്പിക്കരഞ്ഞു ഉമ്മാന്റെ വേർപാടിൽ. എന്തുകൊണ്ടും സങ്കടകരമായ ഒരു വർഷങ്ങളായിരുന്നു ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ വർഷങ്ങളൊക്കെ. അല്ലാഹു മഹദിയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.